ക്രിസ്മസ് രാത്രി ലൈറ്റ് കാണാൻ പോകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് രാത്രി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ കാണാൻ, ലൈറ്റ് കാണാൻ, കുടിൽ കാണാനായിട്ട് ഒന്നിറങ്ങി. അടിപൊളി വൈബ്, ഒരു രക്ഷയില്ല പറയാനായിട്ട്. കന്യാകുമാരിയിലാണ് ക്രിസ്മസ് ആഘോഷം എന്ന് ഈ ലൈറ്റുകളും ഈ ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒത്തിരി ഏരിയയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേഷനും അതുപോലെ ഭംഗിയുള്ള കുടിലുകളും നിറയെ കാണാനായിട്ട് പറ്റും. അതിങ്ങനെ കന്യാകുമാരിയുടെ അറ്റം മുതൽ മറ്ററ്റം വരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒത്തിരിയേറെ CSI ആളുകളുള്ളത് കൊണ്ടും CSIക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷൻ ക്രിസ്മസ് ആയതുകൊണ്ടും CSI പള്ളിയും കൂടെ അലങ്കരിക്കും. കാത്തലിക് പള്ളിയുണ്ട്, CSI പള്ളിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആഘോഷമാണ്. അതുകൊണ്ട് നമ്മളും അലങ്കരിക്കും, അവർ അലങ്കരിക്കും, അങ്ങനെ എല്ലാവരും അലങ്കരിച്ച് അങ്ങനെ അടിപൊളി ഒരു ആഘോഷം, വൈബ്, മൂഡാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇത് നമ്മൾ എത്തിയിരിക്കുന്ന പാലപ്പള്ളത്താണ്. പാലപ്പള്ളത്ത് വലിയ കുടിലുണ്ട്, അതിൻ്റെ വീഡിയോ ഇനി വരുന്ന വഴിക്ക് കാണാം. അതുപോലെ ഒത്തിരി ഡെക്കറേഷൻസ് ഇവിടെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ഒരു രാത്രി പോരാ, 1-2 രാത്രി ഇറങ്ങിയാലാണ് കുറേ സ്ഥലമെങ്കിലുമൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു സ്കൂട്ടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കാറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇടാൻ പറ്റിയില്ല. സ്കൂട്ടിയിലൊരു ചെറിയ കറക്കം, പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ രാത്രി മുഴുവനും കറങ്ങാനായിട്ട് തീരുമാനിച്ചിറങ്ങിയേക്കുവാണ്. അപ്പോൾ അങ്ങനെ പാലപ്പള്ളത്ത് വന്ന് കുടിൽ കണ്ടു. ഇനിയും നിറയെ കുടിൽ കാണാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വഴിയിൽ നിന്ന് അങ്ങനെ അങ്ങ് പോവാണ്. ഇതൊക്കെയല്ലേ സന്തോഷം എന്ന് പറയുന്നത്. ക്രിസ്മസ് സന്തോഷം ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് രാവിലെ കടലിൽ പോകണം. പകൽ കടലിൽ പോയി മീൻ പിടിക്കാനല്ല, കടലിൽ പോയി കുളിക്കാനും, കടലിൽ പോയി കടൽ നടുവിലിരുന്ന് ഫുഡ് കഴിക്കാനും. അതും ഇവിടുത്തെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ഡെക്കറേഷൻസും ലൈറ്റുകളും കളറുകളും കണ്ട് പതിയെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടിപൊളിയല്ലേ നമ്മുടെ ക്രിസ്മസ് വൈബ്.